ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിതാ ട്രക്കിങ്ങിന് ഇറങ്ങിയിരിക്കുവാണേ. എല്ലാവരും കൂടെ റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമേ. നല്ല റൂമായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ തൊട്ട് പുറകുവശത്തുള്ള റൂമിലായിരുന്നു കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പോഴത്തെ റേറ്റ് ആയിരിക്കത്തില്ലല്ലോ പിന്നീട്. അതവിടെ ചെന്ന് തിരക്കി നമുക്ക് സെറ്റാവുന്ന രീതിയിലുള്ള റേറ്റിനുള്ള റൂമുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ തിരക്കി എടുക്കാവേ. ദർശനം കഴിഞ്ഞ് ഒരു 12 മണിയോടുകൂടിയാണ് കേട്ടോ ഞങ്ങൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോഴാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫാമിലിയെ കൂട്ടുകിട്ടിയിട്ടുണ്ടായിരുന്നത്. അവരും കൊടജാദ്രി ഹില്ലിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പം പിന്നെ ഒരുമിച്ച് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇനിയിപ്പം ജീപ്പ് കിടക്കുന്ന സ്റ്റേഷൻ തപ്പി പോകണം കേട്ടോ. ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്നും ഒരു 100 മീറ്റർ അകലത്തിലായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലം. അങ്ങനെ അങ്ങോട്ടേക്കുള്ള നടത്തയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. അവിടെ ചെന്നൊരു ജീപ്പൊക്കെ സെറ്റാക്കി പെർ ഹെഡ് ഒരാൾക്ക് 470 രൂപയെങ്ങാണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫോറസ്റ്റ് ബോർഡറിൽ ഒരു പാസ് എടുക്കണം കേട്ടോ. അതിന് എല്ലാവർക്കും കൂടെ എനിക്ക് തോന്നുന്നു 500 രൂപയോളം ആയിട്ടുണ്ടായിരുന്നു അന്ന്. നമ്മളീ പോകുന്ന റോഡ് ഫുള്ളും ഹെയർ പിൻ വളവുകളാണ് കേട്ടോ. കുഞ്ഞ് നന്നായിട്ട് ഉറക്കമായതുകൊണ്ട് അവനത് വലിയ വിഷയമായിട്ടൊന്നും തോന്നിയില്ല. അവൻ ഈ ഒരു സ്റ്റോപ്പ് എത്തുന്നവരെ നല്ല ഉറക്കമായിരുന്നു. ഈ ഒരു സ്റ്റോപ്പിൽ മാത്രമാണ് അത്യാവശ്യം കടകളൊക്കെ ഉള്ളത്. അപ്പം നമ്മളടുത്ത് ഡ്രൈവർ പറഞ്ഞു അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാം, ഫുഡോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ പിന്നെ ഉച്ച നേരം ആയതുകൊണ്ടും ഒരു 1 മണി അടുപ്പിച്ചായി കേട്ടോ ഈ ഒരു ടൈം പീരീഡിൽ. അപ്പം നമുക്ക് നല്ല രീതിക്ക് ദാഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ചിട്ട് കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓരോ കരിക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നേ. അതാകുമ്പോൾ അത്യാവശ്യം ഫില്ലിങ്ങുമാണ്. തിരിച്ചിറങ്ങുന്നവർ നമുക്കൊരു എനർജി കിട്ടുമല്ലോ. പിന്നെ അവിടെ ഫുള്ളും ഇങ്ങനെ പശുക്കളൊക്കെ ഇങ്ങനെ റോഡിൽ തന്നെ നടക്കുമായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത്. അതിനെയൊന്നും പിടിക്കാൻ പോലും ആരും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ കരിക്കൊക്കെ കുടിക്കുമ്പോഴത്തേക്ക് അതൊക്കെ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കും കേട്ടോ. കരിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഒരു അങ്കിള് അതിന് കരിക്കൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ട് ഞാൻ തന്നെ, അങ്കിളിന് പശുവിനെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. പുള്ളിക്കാരൻ ഇങ്ങനെ നല്ല ഫ്രീ ആയിട്ട് നിന്ന് അതിന് കരിക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കരിക്ക് കൊടുത്തപ്പോൾ പിന്നെ നമ്മളടുത്തോട്ടൊക്കെ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കൊക്കെ അത്യാവശ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒട്ടും താമസിക്കാതെ നമ്മൾ തിരിച്ച് ട്രക്കിലേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം ഇവിടെ നിന്നും കുറേ അധികം ദൂരമുണ്ട്. 21 കിലോമീറ്ററോളം നമ്മൾ ഹെയർപിൻ വളവുകളും റോഡുകളും ഒക്കെ ആയിരുന്നു. നോർമൽ റോഡുകളായിരുന്നു. പിന്നെ ഒരു 10 കിലോമീറ്ററോളം നമുക്ക് ഓഫ് റോഡായിരുന്നു കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാവും. എനിക്കൊക്കെ നല്ല പേടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വർഗവും നരകവും കാണുന്ന കണക്കായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ആ ഒരു യാത്ര. നല്ല പേടിച്ചിട്ട് തിരിഞ്ഞൊക്കെ നോക്കുമ്പോൾ കൊക്കയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനകത്തുള്ള പേടിയായിരുന്നു കേട്ടോ ഫുള്ള്. ബാക്കി എല്ലാവരും നല്ല കൂളായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടേ. ഞാൻ തന്നെ ആലോചിക്കുന്നവർക്കൊന്നും പേടിയില്ലേന്ന്. എനിക്ക് നല്ല പേടിയായിരുന്നു. അങ്ങനെ പിന്നെ താമസിക്കാതെ തന്നെ നമ്മൾ അവിടെ എത്തി. അവിടെ എത്തിയിട്ട് നമ്മൾ അവർ നമുക്ക് തന്നിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറോളമാണ് കേട്ടോ. 3 മണിക്കൂർ കഷ്ടിച്ച് 2.5 മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ള സമയം. അരമണിക്കൂർ അവർ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നമ്മൾ കൂടുതൽ താമസിച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് ചാർജസ് അവർ ഈടാക്കും എന്നാണ് കേട്ടോ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കയറുന്ന വഴിക്ക് ഈ ഒരു അമ്പലം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂജയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെല്ലുന്ന ഉച്ച സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അടച്ചിട്ടിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മേലോട്ട് കയറുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ആളുകളൊക്കെ തിരിച്ചിറങ്ങി വരുന്ന കാണാം കേട്ടോ. ഒരു ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് കയറി പോകാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചിങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നേ. അത് കണ്ടപ്പോൾ എനിക്ക് സത്യമായിട്ടും കുറച്ച് പേടിയായി കേട്ടോ. കാശിനെയും കൊണ്ട് പോയിട്ട് ഇനി അവനെ കൊണ്ട് കയറാൻ പറ്റത്തില്ലേ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഇതാണ് കേട്ടോ താഴെ ഇരിക്കുന്ന അമ്പലം. ഇവിടെ നല്ല പോസിറ്റീവ് പവറാണ് കേട്ടോ ഈ അമ്പലത്തിനകത്ത്. എനിക്കിങ്ങനെ കയറിയപ്പോഴത്തേക്ക് ശരീരത്തൊക്കെ ചെറിയൊരു തണുപ്പ് വരുന്ന പോലെയും, പിന്നെ ആ ഒരു ക്ഷേത്രത്തിനകത്ത് ഫുള്ളും നല്ല ഒരു പോസിറ്റീവ് എനർജി കണക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സന്തോഷവും സമാധാനം കിട്ടുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ ഇങ്ങനെ നിറച്ച് മലനിരകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. എല്ലാം മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു കേട്ടോ. അവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ മേലേക്ക് കയറാനുള്ള പരിപാടിയാണ്. കാരണം ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ട്. താഴെ നിന്ന് ഒരുപാട് സമയം കളയരുതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പൂജകളൊക്കെ ചെയ്യും കേട്ടോ. അതവർ ചെല്ലുമ്പോൾ തന്നെ നമ്മളടുത്ത് പറയും. പിന്നെ ഇതാണ് കേട്ടോ ആ അമ്പലത്തിൻ്റെ അമ്പലക്കുളം. നല്ല തെളിഞ്ഞ വെള്ളമാണ്. എനിക്ക് തോന്നുന്നു മലയിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണെന്നാണ് തോന്നുന്നത്. അത്രയ്ക്കും തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. അതൊക്കെ കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നിട്ട് നമ്മൾ പിന്നെ പതുക്കെ മേലോട്ട് പോകാൻ തുടങ്ങി. കാശിക്കുട്ടൻ ആദ്യം മമ്മി എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ ഇരിക്കുമെന്ന്. പക്ഷെ അവൻ നല്ല രീതിക്ക് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോകുല് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ തന്നെ കുഞ്ഞിനെ എടുത്തങ്ങ് ഒറ്റയ്ക്ക് നടന്നു തുടങ്ങുമായിരുന്നേ. നമ്മൾ പിറകെയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിനെ കൊണ്ട് മുന്നേ പോയപ്പോഴത്തേക്കാണ് എനിക്ക് നല്ല പേടിയായിരുന്നു. ഞാനിങ്ങനെ പിറകെ ഓടുമായിരുന്നു കേട്ടോ. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ നന്നായിട്ട് അണയ്ക്കുന്നുണ്ടായിരുന്നു. ആ അവസ്ഥ തന്നെ ആയിരുന്നു കേട്ടോ പിറകെ വന്ന എല്ലാവർക്കും. കിച്ചുവേണ്ണൊക്കെ നല്ല രീതിക്ക് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഓരോ പോയിന്റ് എത്തുമ്പോഴത്തേക്കും പിന്നെയും നമ്മളവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കും, പിന്നെയും പോകും. അങ്ങനെ ആയിരുന്നു കേട്ടോ. കാരണം ഒറ്റ സ്ട്രെച്ചിനൊന്നും കയറാൻ പറ്റത്തില്ല. നമുക്ക് നല്ല രീതിക്ക്
അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടും കേട്ടോ. കാരണം കയറ്റം ഒരു കുത്തനെ കിടക്കുന്ന ഒരു മലയാണ് കേട്ടോ. ഓരോ സമയം നമ്മളിങ്ങനെ കയറുമ്പോഴും നമ്മൾ വിചാരിക്കും അമ്പലം ഇങ്ങനെ എത്തി എന്നിങ്ങനെ വിചാരിക്കും കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു. കുറേ ദൂരം നടന്ന് എനിക്കറിഞ്ഞുകൂടാ, ഇപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്കും ഒരിതാണ്. ഈ അത്രയും തണുത്ത കാലാവസ്ഥയാണ് കേട്ടോ അവിടെ. നല്ല മഞ്ഞൊക്കെ ഉള്ള തണുത്ത കാലാവസ്ഥയിൽ നമ്മൾ നന്നായിട്ട് വിയർത്ത് തളരുന്നുണ്ടായിരുന്നേ. കൂടെ വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പിറകെ വരുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ കാശിക്കുട്ടനും മാമനും കൂടെ ഇങ്ങനെ മേലെ പോയി നല്ല രീതിക്ക് എൻജോയ് ചെയ്യുവാണ്. ആ മഞ്ഞത്തിങ്ങനെ നടക്കുന്നുണ്ട്. കിച്ചുവേട്ടനൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ തുമ്പത്തൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു. വന്ന് വീഴുമോ, എൻ്റെ കാലൊക്കെ ഇങ്ങനെ ചറുക്കുന്നുണ്ട് പേടിച്ച്. പക്ഷേ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഓരോ പോയിന്റ് എത്തുമ്പോഴും എല്ലാവരും കൂടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് ഒരുമിച്ചാണ് കേട്ടോ എല്ലാവരും കൂടെ മേലോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഞങ്ങളിങ്ങനെ ഓരോ പോയിന്റ് എത്തുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോരുത്തർ ഇരുന്നിട്ട് അത്യാവശ്യം വെള്ളമൊക്കെ കുടിക്കുന്നവരൊക്കെ ബാഗിൽ നിന്ന് പാസ് ചെയ്ത് കുടിക്കും. ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ചെരുപ്പിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ചരലിൽ എൻ്റെ ചെരുപ്പ് ചറക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഷൂസാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചരലിൽ ചറക്കുന്നുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് കയറുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗൂഗിളും കിച്ചുവേട്ടനും കൂടെ നല്ല രീതിക്ക് ഒരു മോട്ടിവേഷനൊക്കെ തന്ന് കൂടെ കയറാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന പണിയല്ല എന്നാണ് കേട്ടോ ഞാൻ അപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയ്ക്കും പാടുപെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മി എൻ്റെ ചെരുപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമലി കാല് വെച്ച് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഞാൻ ചെരുപ്പ് ഇട്ടിട്ട് ചറക്കുന്നതിൻ്റെ ഇതാണോ പേടിച്ചിട്ടാണോ എന്നൊന്നും അറിയത്തില്ല. കുറേ ദൂരം കയറ്റം കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കാട്ടിനകത്തൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി കേട്ടോ. പേടിയൊക്കെ എനിക്കുള്ളതുകൊണ്ട് ഞാൻ മുന്നേ നടന്നില്ല. ഗോകുലാണ് കേട്ടോ കുഞ്ഞിനെയും കൊണ്ട് മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. അവനെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നോക്കാം എന്നുള്ള മൈൻഡ് സെറ്റാണ്. അതുകൊണ്ട് വൻ വിഷയമില്ലാതെ അവൻ മുന്നോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴൊക്കെയും ഫ്രണ്ടിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരുന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു ടെൻഷനുമായിരുന്നു. റൈറ്റായ വഴി തന്നെയാണോ നമ്മൾ പോകുന്നത് എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് പോയി. പിന്നെ ഓരോ സമയം ഞാൻ ഗോകുലിനെ ഇങ്ങനെ പിറകെ വിളിച്ചിട്ട് പതുക്കെ പോകാൻ പറയുമ്പോഴത്തേക്കും അവനിങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ കുഞ്ഞിനെയും കൊണ്ട് നടക്കുവാണ്. പിറകെ വിളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ വഴക്കൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ പിറകെ മമ്മിയും അമ്മയും കിച്ചുവേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുള്ള് ഈ ഉരുളൻ കല്ലുകളായിരുന്നു. ഇതിങ്ങനെ കാലിൽ കയറുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. അടുത്തൊരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് എല്ലാവരുടെയും നല്ല ക്ഷീണമായി, കാലിൽ നല്ല മസിലൊക്കെ പിടിച്ച് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പോയിന്റിൽ നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. ചില സ്ഥലത്ത് നല്ല തണുപ്പായിരിക്കും, ചില സ്ഥലത്ത് അത്യാവശ്യം നല്ല ചൂടായിരിക്കും. പിന്നെ പൊക്കം എനിക്കാണെങ്കിൽ ഒരു ചെറിയ ഒരു വേ ആയിരിക്കും ഉള്ളത്. അതിലൂടെയൊക്കെ പോകുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. കണ്ണും അടച്ചു പിടിച്ച് കിച്ചുവേട്ടൻ്റെ കയ്യും പിടിച്ചാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എത്താറായെന്ന് ഇങ്ങനെ ഓരോ പോയിന്റ് എത്തുമ്പോൾ തോന്നി. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ നല്ല ദൂരം നടന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ പോകുന്ന വഴിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നേ. നല്ല മൂടൽ മഞ്ഞും ഇങ്ങനെ വീഡിയോ ഒന്നും ഞാൻ അത്രമാത്രം എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും ഫോൺ ഞാൻ കയ്യിൽ വെച്ചിട്ടില്ല. ചില പോയിൻറ്റ്സ് എത്തുമ്പോൾ നല്ല കാഴ്ചകൾ കാണുമ്പോൾ മാത്രമാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. മഞ്ഞൊക്കെ ഇങ്ങനെ താഴോട്ട് കോട ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനിയിപ്പം എന്താ ഇവിടെ നിന്ന് കുറച്ച് ദൂരവും കൂടെ ഉള്ളൂ കേട്ടോ മേലോട്ട് എത്താനായിട്ട്. നമ്മൾ ആ സർവജ്ഞപീഠം എത്തി കേട്ടോ. നടന്ന് കയറി പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പക്ഷെ അങ്ങ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ തളർന്നൊരു പരുവാകും കേട്ടോ. ആ സമയത്ത് മേലെ കുറേ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ കയറി കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നടന്ന് കയറി. എനിക്കിത് ഭയങ്കര എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതിനകത്ത് കയറി കുറേ നേരം നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നേ. ആ ഒരു സമയമായപ്പോഴത്തേക്കും അമ്മയും മമ്മിയും കൂടെ കാശിക്ക് കുറച്ച് ബിസ്ക്കറ്റും വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കുഞ്ഞിത്രയും നേരം മിണ്ടാതിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവന് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളോട് വന്ന ഈ ഫാമിലിയും നമ്മൾ പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കോട നല്ല രീതിക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴിയൊന്നും കാണാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. പക്ഷേ ഗോകുലിനൊന്നും അവിടെ നിന്ന് വരാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇറങ്ങുന്ന വഴി ഫുള്ളും മൂടൽമഞ്ഞായി പോയാലോ എന്ന് പേടിച്ചിട്ട്. സംഭവം നമുക്ക് വഴിയൊന്നും അറിയത്തില്ല. പക്ഷേ നമ്മളിങ്ങനെ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും കാട്ടിനകത്തുനിന്ന് എന്തൊക്കെയോ ഒരു ശബ്ദം കേൾക്കുന്നതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കയറി അത്ര പാടൊന്നും ഇറങ്ങാനില്ലായിരുന്നേ. ഞങ്ങൾ പിന്നെ നേരെ റൂമിൽ ചെന്ന് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് രാത്രിത്തെ ട്രെയിനിനാണ് കേട്ടോ നമ്മൾ തിരിച്ചെത്തുന്നത്. അങ്ങനെ പിന്നെ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 2 മണിക്കങ്ങുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ട്രെയിന്. 2 മണിക്കോ 2:20 ഉണ്ടായിരുന്നു. ആ സമയത്തും റെയിൽവേ സ്റ്റേഷൻ ഫുള്ള് നല്ല മഞ്ഞായിരുന്നു, നല്ല തണുപ്പായിരുന്നു കേട്ടോ. കാശിക്കുട്ടിനെ ബോറടിക്കണ്ടെന്ന് വിചാരിച്ച് കാശിക്കുട്ടിനെ ഇങ്ങനെ മാമനും അച്ഛനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ട്രെയിൻ വരാൻ സമയമായി. മൈ ട്രെയിൻ ആപ്പ് നോക്കിയാണ് കേട്ടോ നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ നോക്കി. അപ്പം അടുപ്പത്തെത്താറാകുമ്പോഴത്തേക്കും നമ്മുടെ കോച്ചിലൊക്കെ പോയി നിന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റേഷനിൽ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് സ്റ്റോർ ചെയ്തു.
കാശിയാണെങ്കിൽ പിന്നെ കുറച്ച് നേരം കളിപ്പാട്ടമൊക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച കുറച്ച് ടോയ്സൊക്കെ വെച്ചിട്ട് കളിക്കുന്നുണ്ടായിരുന്നേ. എല്ലാവരും നല്ല ടയേർഡാണ്, പോരാത്തതിന് എന്തൊക്കെയോ പോലെ നല്ല ക്ഷീണവും തളർച്ചയാണോ ഒന്നും അറിയത്തില്ല. ഭയങ്കര ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷന്. എഴുത്തിനെത്താൻ വരുന്നവരും തൊഴാൻ വരുന്നവരും. പിന്നെ നമ്മളവിടെ ഒരു സീരിയൽ ആക്ടറിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോയിലൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പോയി സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അതാ ട്രെയിൻ വരാൻ സമയമായെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവരവരുടെ കോച്ച് ലക്ഷ്യമാക്കി നിൽക്കുന്നുണ്ടായിരുന്നേ. പിന്നെയും കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയമൊക്കെ എത്തിയപ്പോഴത്തേക്കും ട്രെയിനിൻ്റെ വെട്ടം ഇങ്ങനെ ദൂരെ കാണുന്നുണ്ടായിരുന്നു. മമ്മിയും അമ്മയൊക്കെ നല്ല ക്ഷീണിതരാണ്. കാരണം തിരിച്ചിങ്ങോട്ട് വരുന്ന വഴി അമ്മയൊക്കെ നല്ല രീതിക്ക് വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മിക്കാണെങ്കിൽ BP ചെറിയ പ്രശ്നമൊക്കെ ആ ഒരു ടൈപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെഡിസിനൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ പോവുകയാണ്. 11 വർഷത്തെ സ്വപ്നം എല്ലാം നല്ലപോലെ നടന്നു. ദൈവത്തിൻ്റെ അടുത്ത് അതിനുള്ള നന്ദിയുണ്ട് കേട്ടോ. കാരണം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇങ്ങനെ പോകാൻ പറ്റുമെന്നൊന്നും. അതിനുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ട്രെയിനൊക്കെ വന്നു, ട്രെയിനിലൊക്കെ കയറണം. നമ്മൾ കഴിവതും ട്രെയിനിൽ നിന്നൊന്നും ഫുഡ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും വിശപ്പൊക്കെ ആയി. നമ്മൾ കൊണ്ടുവന്ന ഫുഡൊക്കെ നമ്മുടെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ക്യാൻറ്റീനിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ ഒരു റൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നെയ്യിലൊന്നും അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, കടല എണ്ണയിലാണ് കേട്ടോ. അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നേത്രാവതിയുടെ തന്നെ ക്യാൻറ്റീനിൽ നിന്നാണ്, ട്രെയിൻ ക്യാൻറ്റീനിൽ നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സത്യം പറയാമല്ലോ, വയറിനൊന്നും ഒരു കേടും ആർക്കും ഉണ്ടായിട്ടില്ലായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ നല്ല രീതിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോഴത്തേക്കും 17 മണിക്കൂറോളം ഞങ്ങൾ ട്രെയിനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രയൊക്കെയാണ് ഈ യാത്രാവിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വിശേഷമായി ഉടനെ കാണാം.